എന്തത്? ഒരു ഇൻവിറ്റേഷൻ കാർഡാ. ഡോക്ടർ കാർത്തിക്കിന്റെ കല്യാണക്കുറിയാ. എന്നെ ക്ഷണിച്ചതല്ല, ഒരു കാർഡ് ഞാൻ ചോദിച്ചു വാങ്ങിയതാ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കോംപ്രമൈസ് ചെയ്യുമായിരുന്നു സാറ്, അല്ലേ? ഞാനായിരുന്നു അബിയുടെ ഭർത്താവെന്ന് ഡോക്ടർക്കറിയോ? അറിയാൻ വഴിയില്ല. നമ്മളാരും ഒന്നും ഡോക്ടറോട് പറഞ്ഞിട്ടില്ലല്ലോ. സർ, ഞാൻ ചോദിച്ചതിന് സാർ ഉത്തരം പറഞ്ഞില്ല. അഭിയടുത്തെ ഇത്ര പെട്ടെന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമെന്ന് സാർ ചിന്തിച്ചിരുന്നോ? അത് പിന്നെ എന്തായാലും വേണ്ടതല്ലേ. കോംപ്രമൈസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നില്ല സാറിന്? ഇതാ നന്നായത്. ഡോക്ടർ കാർത്തിക് അവക്ക് ചേരുന്ന ആളാ. രൂപം കൊണ്ടും ഭാവം കൊണ്ടും സ്വഭാവം കൊണ്ടും ജോലി കൊണ്ടും എല്ലാം. അപ്പൊ സാറ്? ഞാനൊരു അധ്യാപകനല്ലേ. ആ ചിട്ടയും രീതിയൊന്നും ഒരു ഡോക്ടർക്ക് ചേർന്നല്ല. ഇതാ ശരി, ഈ വിവാഹ ശരി. മനസ്സിലൊരു നീറ്റലില്ലേ സാറിന്? ഉണ്ടാവും, എനിക്കറിയാം. ഒരിക്കൽ ഇഷ്ടപ്പെട്ടതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും ഉപേക്ഷിക്കാൻ പറ്റും, പിരിഞ്ഞു ജീവിക്കാനും പറ്റും. പക്ഷെ മറ്റൊരാള് സ്വന്താക്കുമ്പോ ആ പഴയ സ്നേഹം ഉള്ളില് ഒരു നീറ്റലായിട്ട് മനസ്സിനെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. എന്താ ചെയ്ത്? എന്തിനാ ഈ ഫോട്ടോയൊക്കെ വെച്ച് കാർഡ് അടിച്ചിരിക്കുന്നത്? ചില ഉദ്ഘാടനത്തിന് നോട്ടീസ് അച്ചടിക്കുന്നത് പോലെ. നമ്മൾ അച്ചടിച്ചതല്ലോ മോളെ, ഇത് അവരുടെ കാർഡല്ലേ. ഇത്തരം ഒരാഡംബരവും വേണ്ടാന്ന് കാർത്തിക്കിനോട് ഞാൻ പറഞ്ഞതാ. ഞാൻ ചോദിച്ചു കാർത്തിക്കിനോട്, ഇത് അവനല്ല വീട്ടുകാരടിച്ചതാ, വേണ്ടാന്ന് പറയാൻ പറ്റൂ? എന്തെങ്കിലും ആവട്ടെ, ഇതൊന്നും പുറത്ത് കാണിക്കണ്ട. അല്ല, അവര് കുറിയടിച്ച സ്ഥിതിക്ക് നമുക്കും വേണോ വളരെ ലളിതമായിട്ടൊരു കാർഡ്? വേണ്ടച്ചാ, ഒരു ബന്ധുക്കളെ പോലും നമ്മൾ വിളിക്കുന്നില്ല, പിന്നെ എന്തിനാ കാർഡ്? അങ്ങനെയൊക്കെ എന്തോ ചടങ്ങുണ്ടത്രേ, കുറി കൈമാറലോ മറ്റോ. ഇതൊന്നും ആദ്യത്തെ കല്യാണത്തിനുണ്ടായിരുന്നില്ലല്ലോ. അത്തരം ഷോയൊന്നും വേണ്ട, ഒന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞ ആത്മാർത്ഥതയുള്ളവർ വരും എന്നല്ലേ ആനന്ദ് പറഞ്ഞത്? അഴകത്തമ്മ ഉൾപ്പെടെ എല്ലാവരും അത് അംഗീകരിച്ചില്ലേ? അതിലും വലിയ തറവാടൊന്നും അല്ലല്ലോ കാർത്തിക്കിൻ്റെത്. എങ്ങോട്ടുള്ള പോക്കാവേ ഇത്? ഇപ്പോഴേ നീ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ ഇത് ശരിയാണോ? ഐ ആം സോറി അച്ഛാ, ശരിയാ, അത് പാടില്ല. സോറി.
അനന്തു എന്ത് ബുദ്ധിമോശ അമ്മയോട് പറഞ്ഞത്? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യാനാ അനന്തു? ഇവിടെ നിന്നിട്ടിപ്പോ എന്ത് ചെയ്യാനാ? എന്നും ഈ വഴക്കും ബഹളവും. അതുകൊണ്ട് ഉടനെ ഇറങ്ങിപ്പോണോ? പിന്നല്ലാതെ ഇറങ്ങിപ്പോ അമ്മ എന്നെ പറഞ്ഞില്ലേ, ഇനി ഇവിടെ കിടക്കാൻ എന്റെ അഭിമാനം സമ്മതിക്കില്ല. എന്റെ അഭിമാനവും അനന്തു, അഴകത്ത് നിന്ന് ഇറങ്ങിപ്പോയാ ഉള്ള അഭിമാനവും കൂടി പോവും. ഒരിക്കലുമില്ല. എനിക്കും നിനക്കും ജീവിക്കാനുള്ള സമ്പാദിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. അധ്വാനിച്ച് സ്വന്തം കുടുംബം നോക്കുന്നത് അഭിമാനം തന്നെയാ. അനന്തു, പെട്ടെന്നുള്ള വികാരം കൊണ്ട് ഒന്നും തീരുമാനിക്കരുത്. ഒന്നുകൂടി ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. അനന്തുവിന് സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു മേൽവിലാസം ഇല്ല. ഒക്കെ അഴകത്ത് നിന്ന് ഉണ്ടായതാ. അഴകത്തെ അനന്തുവിനാണ് വില, അല്ലാതെ അഴകത്ത് നിന്നും പുറത്താക്കിയ അനന്തുവിനല്ല. ഇവിടെ നിന്നും പുറത്തു പോയാൽ അനന്തു ഒരു വട്ടപൂജ്യമായി മാറും. എ ബിഗ് സീറോ. ഈ കാണുന്ന സ്വത്തും ബിസിനസ്സും പണവും എല്ലാം കളഞ്ഞിട്ട് പുറത്തു പോയാ അനന്തു ഒരു തിരുമണ്ടനായി പോവും. എവിടെ പോയാലും എനിക്കുള്ള വിഹിതം തന്നല്ലേ പറ്റൂ. തന്നില്ലെങ്കിലോ? തരും. ഇത് പൂർവികരായിട്ടുള്ള സ്വത്താ, അത് തന്നല്ലേ പറ്റൂ. അനന്തുവിന്റെ പൂർവികരല്ല അഴകത്തുകാരെങ്കിലോ? മനസ്സിലായില്ലേ? എടുത്തു വളർത്തിയ കുട്ടി അനന്തു ആണെങ്കിൽ എന്ത് ചെയ്യും എന്നാ എന്റെ ചോദ്യം. പേടിക്കണ്ട, ഞാനൊരു സാധ്യത പറഞ്ഞതാ. എടുത്തു വളർത്തിയത് ആരെയാണെങ്കിലും മരിക്കുന്നത് വരെ അമ്മ അത് പുറത്ത് പറയില്ല. നിനക്കെന്താ എത്ര ഉറപ്പ്? അമ്മ പറഞ്ഞാലോ? പറയില്ല അനന്തു. ഇത്രയും ബഹളങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പറയാനായിരുന്നെങ്കിൽ അമ്മ പറഞ്ഞേനെ. ആ, അപ്പൊ പിന്നെ എന്തായാലും ഞാനായിരിക്കില്ല. ആയിരുന്നെങ്കിൽ ഇത്രയും വഴക്കുണ്ടായപ്പോ അമ്മ പറഞ്ഞേനെ. പറയില്ല. അമ്മയെ അനന്തുവിന് ശരിക്കും അറിഞ്ഞുകൂടാ. 3 മക്കളിൽ ഒരാൾ അനാഥനാണ്. ഉണ്ണിമാമയെ പോലും അറിയിക്കാതെ അമ്മ ആ രഹസ്യം കൊണ്ട് നടക്കണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. പുറത്തറിഞ്ഞ മറ്റു കുഴപ്പങ്ങളുണ്ടാകുന്ന എന്തോ ഒരു കാര്യം അതിലൊളിഞ്ഞിരിപ്പുണ്ട്. ഇവിടുന്ന് പോകരുത് അനന്തു. രഹസ്യങ്ങളുടെ കലവറയാണ് അഴകത്ത് വീട്. ആ കലവറയിൽ നമ്മളും ഉണ്ടാവണം. പുറത്തു പോകരുത്.
കവിതേ 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 അയ്യോ മൈഥിലി 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 ഇതെന്തു പറ്റി നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? കൊന്നു അരവിന്ദേട്ടാ കൊന്നു. രാത്രി എണീറ്റിരുന്ന് പിച്ചും പേയും പറയുന്നോ? ആരെ കൊന്നൊന്നും? മൈഥിലി മൈഥിലി അയ്യോ അത് സ്വപ്നത്തിലായിരുന്നു അരവിന്ദേട്ടാ. കഷ്ടായി പോയി. ഒരുപാട് സന്തോഷിച്ചതാ. ഇതിനു മാത്രം സന്തോഷിക്കാൻ എന്ത് സ്വപ്നം നീ കണ്ടത്? ഹോ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ കൊന്നാലും ജയിലിൽ പോയി കിടക്കണ്ടേ? അത് ഓർക്കുമ്പോഴാ. അത്രയ്ക്ക് ദേഷ്യം നിനക്ക് ആരോടാ? ഡീ എന്റെ അമ്മ എങ്ങാനും ആണോ ഇനി? ഏ കൊല്ലാനുള്ള ദേഷ്യമൊന്നും എനിക്ക് അമ്മയോടില്ല. പിന്നെ ആരെ പറ? ഇനി ഞാൻ ആളെ പറഞ്ഞിട്ട് വേണം കവിതയെ എങ്ങാനും ആരെങ്കിലും തല്ലിക്കൊന്നാ അത് ഞാനെന്ന് പറയാൻ. പേര് ഞാൻ പറഞ്ഞല്ലേ. നീ ഇങ്ങനെ പൊട്ടിയായി പോയില്ലോടി. കഷ്ടം. ഒരു കഷ്ടമില്ല. സ്വപ്നത്തിലെങ്കിലും എനിക്ക് അവളെ കൊല്ലാൻ കഴിഞ്ഞല്ലോ. ആസത്ത് എന്ത് ചെയ്യാ? വീട്ടിൽ പോയാലും സൂക്ഷിക്കണം. സ്റ്റിച്ച് ഉണങ്ങിയിട്ടേ ഉള്ളൂ. ഇൻഫെക്ഷൻ ആവാതെ ശ്രദ്ധിക്കണം. ഇനി എന്നാ കൊണ്ടുവന്ന് കാണിക്കേണ്ടത്? 10 ദിവസം കൂടുമ്പോൾ വന്ന് ചെക്കപ്പ് ചെയ്യണം. മരുന്നുകൾ ഒരു കാരണവശാലും മുടക്കരുത്. ഇല്ല ഡോക്ടറെ, ഒക്കെ കൃത്യമായിട്ട് കൊടുത്തോളാം. സുഖപ്പെടുമല്ലോ അല്ലേ? സുഖപ്പെടും. ആ വിശ്വാസം ഉണ്ടായാൽ മതി. രേവതിക്കും ആ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കണം. പഴയ കാര്യങ്ങൾ, കേട്ടു പഠിച്ച കഥകൾ എല്ലാം പറഞ്ഞു കൊടുക്കണം. ആ പറയുന്നതിലൊന്നും സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 വയസ്സുകാരിയുടെ മനസ്സാണ് ഇപ്പൊ രേവതിക്ക്. അതിനെ മെല്ലെ മെല്ലെ വളർത്തിയെടുക്കണം. ബാലേച്ചയായിരുന്നില്ലേ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം? ആ ഇഷ്ടം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം. അത് ഓർമ്മകളിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കും. മിടുക്കിയായിട്ടിരിക്കണം. ഒക്കെ ശരിയാവും കേട്ടോ. അപ്പൊ ശരി ഡോക്ടറെ, ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ഇങ്ങനെയെങ്കിലും കൊച്ചിനെ ജീവനോടെ കിട്ടിയത് ഡോക്ടർ കാരണ. ഏയ് ഞാനല്ല, ഈശ്വരനാണ് കാരണം. ഈശ്വരന്റെ കയ്യിലെ സ്റ്റെതസ്കോപ്പാണ് ഡോക്ടർ. ജീവന്റെ തുടിപ്പളക്കാനേ ഒരു ഡോക്ടർക്ക് പറ്റൂ. ജീവൻ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. പോകാമേ? ഞാൻ കുറച്ച് കഴിഞ്ഞാൽ തന്നോക്കാം. ശരി, ഓക്കെ, വിളിക്കാം. ശരി. സർ, എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. ഇങ്ങോട്ടാ? ദുഷ്ടന്മാരുടെ ഇടയിലേക്ക്, മരണം വിതയ്ക്കുന്നവരുടെ അടുത്തേക്ക്.
നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് മോളെ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ പെണ്ണ് ഓടിക്കളിച്ച് വീഴുന്നതിന്? ഓടരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല. ഇത് ശരിയാവില്ല സുമതി. മോളെ നോക്കിയിട്ട് മതി ഇവിടെയുള്ള ബാക്കി എല്ലാ പണിയും. അവളെ നെറ്റിപൊട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? പിള്ളേരായ ഇടയ്ക്കൊന്ന് വീണെന്നിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ലോകത്തെ കുട്ടികള്, വേറെ ആർക്കും ഇല്ലേ? എനിക്ക് എന്റെ കുട്ടി തന്നെ അടി വലുത്. ഓ, ഇതിന്റെ ദേഹത്ത് ഒരുപടി ചോര പിടിഞ്ഞ എനിക്ക് സഹിക്കില്ല. മോള് പോയി കളിച്ചോ കേട്ടാ. ശരി. അപ്പേ ദേ രണ്ടുപേര്. ആരാ മോളെ? എന്താ? ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. വീട് അന്വേഷിച്ച് തേടി പിടിച്ചാ വന്നത്. പോലീസ് ഉണ്ടോ കൂടെ? ഇല്ല. പിന്നെന്താ ഉദ്ദേശം? ഒന്നുമില്ല. തല്ലാനും കൊല്ലാനും വേണ്ടി നടക്കുന്ന ആൾക്ക് കുടുംബമൊക്കെ ഉണ്ടോന്ന് അറിയാൻ ഈ വേണ്ടി കറിക്ക് വന്നതാ. ഉപ്പുണ്ടോന്ന്? ചേച്ചി ഒന്ന് നിൽക്കൂ. ഉപ്പ് പാകത്തിന്, നല്ല കറിയും, അതുപോലെ തന്നെ നല്ല കുടുംബവും അല്ലേ സാറേ? അത് പിന്നെ ബാലാമണി, ഈ തല്ലാനും കൊല്ലാനും നടക്കുന്നവർക്ക് മിക്കവർക്കും നല്ല ഭാര്യമാരെ കിട്ടും, നല്ല കുടുംബവും കിട്ടും. പക്ഷേ എന്തെങ്കിലും അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് ആരുടെയെങ്കിലും പിച്ചാത്തിപ്പിടിയിലോ വടിവള്ളോ ഒക്കെ അങ്ങ് തീർന്നു പോവും. ഭാര്യയ്ക്കും മക്കൾക്കും ചങ്കിടിപ്പോടെ അല്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല ഒറ്റ ദിവസവും. സത്യോ സാറേ? ഒരുറക്കം കൊണ്ട് ഞാൻ ഇന്ന് വരെ നേരം വെളുപ്പിച്ചിട്ടില്ല. ഇടയ്ക്ക് എഴുന്നേറ്റ് ആളടുത്തുണ്ടോന്ന് നോക്കും. എനിക്ക് പേടിയാ. നീ അത് പോ. എന്തിന്? ചേച്ചി അവിടെ നിൽക്ക്. ഞാൻ പറയുന്നത് ഇവരും കൂടി കേൾക്കണം. ചേച്ചിക്കറിയോ, ഹൃദയം തുന്നിക്കെട്ടി ആശുപത്രി കിടന്ന 10-14 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി ഇയാള്. അതിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്നറിയോ? തലച്ചോറിൽ മുഴുവൻ രക്തം തളം കെട്ടി ഒരു മന്ദബുദ്ധിയായി പോയി. അപ്പോട്ടാ എന്തോ മഹാഭാവോ നിങ്ങൾ ചെയ്തത്? അതെന്തിനായിരുന്നു? പാച്ചുവിനെ കൊന്നവന്റെ പെങ്ങളാത്. പകരത്തിന് പകരം അല്ല, നിങ്ങളുടെ അനിയനെ കൊന്നത് രാഘവനല്ല. അന്ന് രാഘവൻ വീട്ടിലുണ്ട്. ഇനി അഥവാ രാഘവനാണെങ്കിൽ തന്നെ ഒന്നും അറിയാത്ത ആ കുട്ടി എന്ത് പഠിച്ചു? 10-15 വയസ്സ് വരെ ഒരു കുട്ടിയെ വളർത്തുന്നതിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഈ ചേച്ചിക്ക് മനസ്സിലാവും. ഇതുപോലൊരമ്മ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്, അറിയോ? അപ്പോ ദാ നിന്റെ കുട്ടിയുടെ നെറ്റിയൊന്ന് പൊട്ടി അല്പം ചോര വന്നപ്പോ നിന്റെ ചങ്ക് പടഞ്ഞു. തലയിൽ മുഴുവൻ രക്തം കെട്ടപിടിച്ച് ബുദ്ധി കെട്ടുപോയ ആ കുഞ്ഞിന് വേണ്ടി അപ്പോ എത്രമാത്രം ചങ്ക് പിടയണം? ഞാനിതൊന്നും അറിയാറില്ല, എന്നോടൊന്നും പറയാറുമില്ല. ആരെയും ഉപദ്രവിക്കരുതെന്ന് കാല് പിടിച്ച് പറയാറുണ്ട്. അറിയാം ചേച്ചി, ഭാര്യയും മക്കളും ഇതിനൊന്നും കൂട്ടുണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ടാ ആളെ തിരിച്ചറിഞ്ഞിട്ടും ഞാൻ പോലീസിനോട് പറയാതിരുന്നത്. രാഘവനോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് എന്തിനാ ഒരു കുടുംബത്തിന്റെ കണ്ണീരിന് വഴിയൊരുക്കുന്നത്? അതുകൊണ്ട് ആ പാവം കൊച്ചിന്റെ നഷ്ടപ്പെട്ട ബുദ്ധി തിരിച്ചു കിട്ടുമോ? അറിയില്ല നിങ്ങൾക്ക്. ക്ലാസ്സിൽ 1-ാമതായിരുന്നു അവള്, മത്സരങ്ങളിൽ 1-ാമതായിരുന്നു, ബുദ്ധി കൂടുതലായിരുന്നു. അതൊക്കെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? കഴിയില്ല. ഇനിയെങ്കിലും ഉപദ്രവിക്കരുത്. പറഞ്ഞ് കാല് പിടിക്കാൻ വന്നതാ ഞാൻ.
ഭയപ്പെടുന്ന കുടുംബത്തിൻ്റെ കണ്ണീര് കൊല്ലുന്നവൻ്റെ ശിരസിലേക്ക് ഒരു ശാപമായിട്ട് ഒഴുകും. അതുകൊണ്ടാ വാളെടുക്കുന്നവൻ വാളാലേ തീരുന്നത്.